ഗ്രാമവീതിയിലൂടെ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നിലായി കടന്നു വരികയാണ്. പ്രിയമുള്ളവര്, കാലടിയുടെ വികസനത്തിന് ഒരിക്കലും തന്നെഴുതില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കാലടിയുടെ കാലടിയിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി സമരം ചെയ്തു. കാലടി ഗ്രാമപഞ്ചായത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സും ആധുനിക രീതിയിലുള്ള ബസ് ബേയും നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി നിലവിലുണ്ടായിരുന്ന ബസ് സ്റ്റാൻഡ് അടച്ചുപൂട്ടിയതിനെതിരെയാണ് ബസ്സുടമകളുടെ സമരം. വലിയ പ്രാധാന്യമുള്ള ഒരു സ്ഥലമല്ലേ കാലടി. അങ്ങനെയുള്ള ഒരു കാലടി പഞ്ചായത്തിന്റെ ഭരണസമിതി ഇത്തരം ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് 50 പ്രാവശ്യം ആലോചിക്കേണ്ടത്. ഇവിടെ ഇപ്പോ ബസ്സുടമകളെ വിളിച്ച് ഒരു പ്രാവശ്യം ഒന്ന് സംസാരിച്ചു, വരുത്തി, അങ്ങനെ ഉണ്ടല്ലോ, ഒന്ന് സംസാരിച്ചു എന്ന് വരുത്തണം. കാരണം ഞങ്ങളെ വിളിച്ചൊന്ന് സംസാരിച്ചു പോലും ഇല്ലോ എന്ന് ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ വരുത്തല്. എന്നിട്ട് വരുത്തിയിട്ട് ചർച്ച തുടങ്ങണമെങ്കിൽ പകുതി ആവണ മുമ്പ് തന്നെ പ്രസിഡന്റ് തീരുമാനം അറിയിക്കുകയാണ്, ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ പിന്നെ തീരുമാനം അറിയിക്കാൻ ഒരു നോട്ടീസ് നൽകി കൊടുത്താൽ പോരെ. നമ്മളെ വിളിച്ച് ആശയവിനിമയം നടത്തണ്ടേ? ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് അങ്ങനെയല്ല ചെയ്യുന്നത്. ഒരു ഭരണാധികാരി, എല്ലാ ഭരണാധികാരിയും അല്ല കേട്ടോ, നേരും ചൊവ്വും മര്യാദയും കാഴ്ചപ്പാടുമുള്ള ഒരു ഭരണാധികാരി എന്താ ചെയ്യേണ്ടത്? വിളിക്കണം. നമ്മളെ മാത്രമല്ല, നമ്മള് ഇപ്പൊ 28 വർഷമായി ഇവിടെ ഈ സ്റ്റാൻഡ് വന്നിട്ട്. KG സുരേഷ് പ്രസിഡന്റ് ആയപ്പോഴാണ് സ്റ്റാൻഡ് തുടങ്ങിയത്, അല്ലേ പോളി? KG സുരേഷ് പ്രസിഡന്റ് ആയ സമയത്ത് ഈ സ്ഥലമൊക്കെ ആ നിലയ്ക്ക് വാങ്ങിയിട്ടത് അനന്തപിള്ള എന്നുള്ള മനുഷ്യൻ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത്. അപ്പോഴാണ് ഇതിനൊക്കെയുള്ള സൗകര്യത്തിന് ഈ പാടമൊക്കെ മേടിച്ചിട്ടത് ഇന്നത്തെ പഞ്ചായത്ത്. അങ്ങനെയൊക്കെയുള്ള ഒരു ചരിത്രം ഷൈജൻ തോട്ടപ്പള്ളിക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ സംബന്ധിച്ച് അങ്ങനെ വ്യഥ കൊള്ളുന്നുള്ള ഒരാളല്ല പുള്ളി. എൻ്റെ അടുത്ത സുഹൃത്തുണ്ടോ, ഞാൻ കുറ്റമൊന്നും അദ്ദേഹത്തെ പറയാനില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രാധാന്യമുള്ള ഒരു പഞ്ചായത്തിന്റെ ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് നമ്മളെ വിളിക്കണം, ഉടമകളെ വിളിക്കണം, ജീവനക്കാരെ വിളിക്കണം, മാത്രമല്ല വിദഗ്ധരെ വിളിക്കണം. സംയുക്ത തൊഴിലാളി സംഘടനയുടെ നേതൃത്വത്തിൽ ബസ് ഉടമകളും ജീവനക്കാരും പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തുടർന്ന് കാലടി പഞ്ചായത്തിന് മുൻപിൽ ധർണാ സമരവും സംഘടിപ്പിച്ചു. ഏകദേശം ഒരു 10-ാം തീയതി ആയപ്പോഴുള്ള ഒരു കത്ത് തരാണ്. മാർച്ച് 31-ാം തീയതി സ്റ്റാമ്പിന്റെ നിങ്ങളുടെ കാലാവധി അവസാനിക്കും, സാമ്പത്തിക വർഷം അവസാനിക്കുന്നതനുസരിച്ച് അവസാനിക്കും. അത് അംഗീകരിച്ചു. അതോടൊപ്പം തന്നെ അടിയിൽ എഴുതിയിരിക്കുന്നു, സ്റ്റാൻഡ് അടച്ചു പൂട്ടുകയാണ്, ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങളൊക്കെ ആശങ്കയിലായത്. ഇനി എന്ത് ചെയ്യും? അതിനോടനുബന്ധിച്ച് സംഘടന ഭാരവാഹികള് പഞ്ചായത്ത് ഭരണസമിതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആശങ്ക അവരുടെ അടുത്ത് ബോധ്യപ്പെട്ടു. നിലവിൽ നിങ്ങൾക്കറിയാം കാലടിയിലെ ഗതാഗത കുരുക്കിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ അറിയാം. കാലടി എന്ന് വരുമ്പോൾ ഇപ്പൊ ചപിക്കാണ്. അത്രത്തോളം രൂക്ഷമായ ഗതാഗത കുരുക്കാണ് കാലടിയിൽ അനുഭവപ്പെടുന്നത്. ഈ സാഹചര്യത്തിലാണ് ഒരു തരത്തിലും അംഗീകരിക്കാൻ പെടാത്ത രീതിയിലുള്ള തീരുമാനങ്ങളുമായി പഞ്ചായത്ത് കമ്മിറ്റി മുന്നോട്ട് വന്നത്. കാലടിയില് വർഷങ്ങളായി അനുഭവപ്പെടുന്ന അതിരൂക്ഷമായ ഗതാഗത കുരുക്ക് ഈ പ്രദേശവാസികൾ മാത്രമല്ല, ഇതിലൂടെ കടന്നു പോകുന്ന ആയിരക്കണക്കിന് വരുന്ന യാത്രക്കാർ ഇവിടെ നരകിക്കുകയാണ്. എന്നാൽ എന്താണ് സംഭവിച്ചത്? ഈ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഏകദേശം 4.5 ഏക്കറോളം സ്ഥലം അങ്ങ് തെക്കുവശത്ത് കനാലിനോട് ചേർന്നുള്ള ഭാഗം മുതൽ ഈ അറ്റം വരെയുള്ള ഇത്രയും കണ്ണായ സ്ഥലം ഉണ്ടായിട്ട് പോലും നിലവിൽ 28 വർഷമായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്വകാര്യ ബസ്സുകളുടെ സ്റ്റാൻഡ് അടച്ചുപൂട്ടി നിർദാക്ഷിണ്യമെന്ന് വേണം പറയാൻ 120ഓളം ബസ്സുകളെ പുറത്താക്കിയിരിക്കുകയാണ്. ക്ലിയർ വിഷനിലൂടെ ഇനി മോഡം ഫ്രീ കണക്ഷനുമായി കെ ഫോൺ ലഭിക്കും. ജൂലൈ 1 മുതൽ ക്ലിയർ വിഷൻ ബ്രോഡ്ബാൻഡിൽ നിന്നും
യാതൊരുവിധ ഇൻസ്റ്റലേഷൻ ചാർജുമില്ലാതെ മോഡം ഫ്രീ ആയി ഇന്റർനെറ്റ് കണക്ഷനുകൾ നൽകുന്നതാണ്. നിരവധി ആകർഷകമായ പ്ലാനുകളാണ് കെ ഫോണിനുള്ളത്. കണക്ഷൻ ആവശ്യമുള്ളവർക്ക് ക്ലിയർ വിഷനിൽ ഫോട്ടോയും ആധാർ കാർഡിന്റെ കോപ്പിയുമായി വന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്.